തിരിച്ചടി കണ്ട നെഞ്ചിടിപ്പേറ്റ് പോരാട്ടത്തിനൊടുവിൽ അർജന്റീന പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിട്ടുണ്ട്. യോഗ്യത നേടിയതിന്റെ ആവേശത്തിലാണ് കോഴിക്കോട്ടെ അർജന്റീന ആരാധകർ. ഒരു ഘട്ടത്തിൽ പിന്നിലായ ശേഷം ഉഗ്രൻ പ്രകടനത്തോടെ തിരിച്ചടിച്ച കേപ്പ് വെർദെ പൊരുതിയാണ് കീഴടങ്ങിയത്. വരും മത്സരങ്ങളിലും അർജന്റീന വിജയക്കുതിപ്പ് തുടരുമെന്ന് ആരാധകർ പറയുന്നു. കോഴിക്കോട് നിന്ന് ആകാശ് തേറാക്കി റിപ്പോർട്ട്. റൗണ്ട് 38-ൽ അർജന്റീന കാബോ വെർഡെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഇഞ്ചുറി ടൈം ഉണ്ടായിരുന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലായിരുന്നു വിജയം. അവസാന നിമിഷം അർജന്റീനയിൽ നിന്ന് വന്നൊരു ഗോൾ അത് ആരാധകരെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു, അമ്പരപ്പിച്ചു കളഞ്ഞു എന്ന് വേണം പറയാൻ. ഇവിടെ നമ്മളുള്ളത് പുതിയ പാലത്താണ്. നിരവധി അർജന്റീനൻ ആരാധകരുണ്ട് ഇവിടെ. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? എങ്ങോട്ടായിരുന്നു? വളരെ നല്ലൊരു ടഫ് മത്സരമായിരുന്നു. കാബോ വെർഡെ നന്നായി പൊരുതി. പക്ഷേ അവസാന വിജയം നമുക്ക് തന്നെ. മെസ്സി നന്നായി കളിച്ചു. വാമോസ് വാമോസ് എന്നും. ഇനിയിപ്പോൾ അടുത്തതിന് നമുക്ക് ഉറക്കാനുള്ളത് ഈജിപ്തിനാണ്. ഈജിപ്തിനെ നമ്മൾ ഉറക്കും. ഏത് മന്ത്രവാദിയൊക്കെ പോയി ഉറക്കട്ടെ. അടുത്തത് ഈജിപ്തുമായിട്ടുള്ള മത്സരമാണ്. കാബോ വെർഡെ മികച്ചൊരു പ്രകടനം. നമ്മൾ തകർക്കും. വാമോസ് അർജന്റീന, അത്രേ ഉള്ളൂ. നമ്മുടെ കപ്പ് എന്തായാലും ഉറപ്പിച്ചു. രണ്ടാമത്തെ കപ്പ് നമുക്കാ, അടുത്ത കപ്പ് നമുക്കാ. വാമോസ് അർജന്റീന. അല്ല, എന്തായാലും നല്ലൊരു വിജയം പ്രതീക്ഷയാണ്. ഇപ്പോൾ ഇങ്ങനൊരു അവസാന നിമിഷം വരെ ഭയങ്കര അതെ, ഭയങ്കര പേടിച്ചിട്ടാണ് കളി കണ്ടത്. എന്തായാലും നമ്മൾ ഇതിൽ നിന്നൊരു പാഠം പഠിച്ച് ഇനിയും നല്ല രീതിയിൽ കളിക്കും. ഇതിന് മേലേക്ക് ഒരു ഗോളും കൂടി ഇന്നുണ്ടായിരുന്നു. അതെ അതെ, അതെന്തായാലും പറയേണ്ടതാണ്. എല്ലാം ഇപ്പം ഈ ഒരു 8 മത്സരങ്ങളായിട്ട് ആൾ തുടർച്ചയായിട്ട് ഗോളടിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും അടുത്ത കളിയും മെസ്സിയുടെ ഗോളിന് വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കപ്പടിക്കാൻ വേണ്ടി വന്ന രണ്ടാമത്തെ കപ്പ് നമ്മൾ തന്നെ തൂക്കും. അവിടെ 4 പേര് തുടർച്ചയായി ഗോൾ നേടുകയാണ്. മെസ്സി തുടർച്ചയായി നോക്കൗട്ടിൽ നേടി. റൊണാൾഡോനെ ഒരു പെനാൽറ്റി അല്ല അടിച്ച്. ഈജിപ്താണ് അടുത്ത പോരാളികൾ. സുഖമായിട്ട് അടിക്കും. ഇതിൽ കുറച്ച് മാറ്റം വരുത്തിയാൽ മതി. മാറ്റം വരുത്തി കഴിഞ്ഞാൽ റെഡി ആവുമെന്ന് വിചാരിക്കുന്നത്. ഇന്നലെ കളി നല്ല മത്സരമായിരുന്നു. കേപ്പർ നന്നായി കളിച്ചു. അവർ ഗോളി തന്നെ വസീഞ്ഞോ ഏറ്റവും മികച്ച ഗോളിയാണ്. അവർ 3 ഗോൾ അടിച്ചു കൊടുത്തു. മെസ്സി ഫസ്റ്റ് ഗോൾ അടിച്ചു. ടൈറ്റ് കളിയായിരുന്നു. ഇപ്പോൾ ജർമ്മനി പുറത്തുപോയി, അതുപോലെ പോളണ്ട് പുറത്തുപോയി, അതുപോലെ അർജന്റീന പോകേണ്ടതായിരുന്നു. പക്ഷേ നമുക്കൊരു ഭാഗ്യം കരകയറി എന്ന് പറയാം. എന്നാൽ നമുക്കൊരു ഭാഗ്യമുണ്ട് എപ്പോഴും. അത് ഈജിപ്തിനോടാണ് മത്സരമില്ല. ഈജിപ്ത് കുഴപ്പമില്ല. മുഹമ്മദ് സലയുടെ ഈജിപ്ത് കുഴപ്പമില്ല. ഏതായാലും അർജന്റീനൻ ആരാധകർ വലിയ ആവേശത്തിലാണ്. അടുത്ത മത്സരത്തിനായുള്ള കാത്തിരിപ്പിലുമാണ്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ അരുൺ പുതുപാടിക്കൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം. അർജന്റീനൻ ആരാധകർ തുടക്കത്തിൽ കുറച്ച് ടെൻഷൻ അടിച്ചെങ്കിലും ഇപ്പോൾ സന്തോഷമാണ്. വിജയിക്കാൻ പറ്റത്തിൽ വലിയ സന്തോഷം അവർക്കുണ്ട്. ഇനി മറ്റൊരു